നമസ്തേ, ഗംഗാസ് അവേക്കനിങ്ങിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സ്പിരിച്വൽ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാധാരണ എല്ലാവർക്കും ജനിച്ചാൽ ഒരു നാൾ മരിക്കണം. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതാത്മകമായ ശരീരത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ആ പഞ്ചഭൂതങ്ങൾ ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ജയിക്കുക എന്നുള്ളത് അതിനാദ്യം വേണ്ടത് നമ്മുടെ നാഡീശോധനയാണ്. അതിൻ്റെ പ്രധാന 27 നാഡികളുണ്ട്. അതൊക്കെ മെഡിറ്റേഷനിലൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല. ആ പ്രധാന നാഡി ഇപ്പോൾ ഇട, പിങ്കള, സുഷ്മന, അങ്ങനെ 27 നാഡികളുണ്ട്. ഈ പ്രധാന നാഡികൾ ശുദ്ധീകരിക്കുമ്പോഴാണ് ശരീരം ആ പരിവർത്തനത്തിൻ്റെ ആദ്യ ചുവടുവെപ്പിലേക്ക് മാറുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അസാധ്യമായിട്ട് ഊർജം എന്ന് പറഞ്ഞു ഞാൻ. ഇപ്പോൾ ഏതൊരു മനുഷ്യനും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും പ്രാരാബ്ദത്തിലും പെട്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മനസ്സമാധാനത്തോടു കൂടിയിട്ട് ധ്യാനിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ എനിക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. കാരണം എനിക്കൊരു സുപ്രഭാതത്തിൽ ഞാൻ മാറിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വളരെയധികം അതിപ്പോൾ അങ്ങനെയാണ്, അവർക്ക് അനുഭവം ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനൊരു അനുഭവമുള്ള ഒരാളെ അംഗീകരിക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു എനർജി എന്നിലേക്ക് വന്നു. അതായത് 2013 എന്നിലേക്ക് എനർജി വന്നപ്പോൾ പിന്നീട് എൻ്റെ യാത്രകൾ ആരംഭിക്കുകയാണ്, എൻ്റെ സ്പിരിച്വൽ യാത്ര. അപ്പോൾ എനിക്ക് ദൈവത്തിനെക്കുറിച്ച് ഒട്ടും അറിയില്ല കേട്ടോ. ദൈവയുടെ മന്ത്രങ്ങൾ അറിയില്ല, ദൈവിനെ പോലും അറിയില്ല. കാരണം ഞാൻ ദേവീക്ഷേത്രങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ടാണ് ദൈവിനെ അറിയില്ല എന്ന് പറഞ്ഞത്. ആകെ അറിയൊരു ശിവനും പാർവതിനും മാത്രമാണ്. ശിവനും പാർവതിനും അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. കാരണം എന്താണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ദേവതയെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിവുള്ള മാതാപിതാക്കളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്നും നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചിട്ട് എല്ലാ ദേവതയെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ, അതായത് രജസത്വ തമോ ഗുണത്തിലെ ദേവതേനെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ എനിക്ക് ദേവീനെ അറിയാത്ത കാരണം കൊണ്ട് തന്നെ എന്നിലുള്ള എനർജി ഏത് ദേവിയുടെ നിന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ദേവത എന്നിലേക്ക് വന്ന ദേവത ഒരു രൂപം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ രൂപത്തെ തേടി യാത്രയായി. പിന്നെ കാരണം ദുർഗാഷ്ടമിക്ക് മഹാനവമിക്ക് എന്നോട് വെച്ച് പൂജിക്കാനാണ്, ആരാധിക്കാനാണ് പറയണത്. അപ്പം ഞാനും ദേവത 2 ഭാവമായി. അതായത് അദ്വൈതത്തിലേക്ക് വന്നിട്ടില്ല, ദ്വൈത ഭാവത്തിലാണ് നിൽക്കുന്നത്. ഞാനെന്ന വ്യക്തിയും ദേവതയും 2 വ്യത്യസ്ത രൂപങ്ങൾ. അപ്പം ഞാനിങ്ങനെ തിരഞ്ഞു നടന്നു. കാരണം തിരഞ്ഞു നടക്കുക പറയുമ്പോൾ വലിയ ഒരു ടാസ്ക്കായിരുന്നു. കാരണം എനിക്ക് കാണിച്ചു തന്ന ആ രൂപം തന്നെ വേണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി എനിക്കുള്ള കാരണം കൊണ്ട് തിരഞ്ഞിങ്ങനെ നടപ്പാം. അപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾക്ക് ചുറ്റുവട്ടത്തൊക്കെ ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ, ഈ ഫോട്ടോ ഒക്കെ വെക്കണ ദേവതകളുടെയൊക്കെ ഫോട്ടോ വെക്കണ ഷോപ്പുകൾ, അവിടെ എല്ലാം പോയി. അപ്പം ഞാനിവിടെ ഈ വടക്കാഞ്ചേരിയിലാണ് അന്ന് ഞാൻ വാടകയ്ക്ക് താമസിക്കണത്. അപ്പോൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി, ഇല്ല. വടക്കാഞ്ചേരിക്ക് പോയില്ല, ഞാൻ ചിറ്റണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതിന് അടുത്താണ്. അപ്പം ഞാൻ ആ ഭാഗത്തൊന്നുമില്ല. അപ്പം ഞാൻ നേരെ കുന്നംകുളം റൂട്ടിൽ കൂടെ ഗുരുവായൂർ റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നെല്ലുവായി ക്ഷേത്രമുണ്ട്, പ്രസിദ്ധ ക്ഷേത്രമാണ്. അവിടെ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞ രൂപം. ഉള്ളതെല്ലാം വനദുർഗയാണ്. എനിക്ക് കാണിച്ചേക്കണത് വനദുർഗേനായിരുന്നില്ല. ഞാനിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഈ യാത്രയിൽ പല ഷോപ്പിലും ഞാൻ കയറുന്നുണ്ടെങ്കിലും എവിടെയില്ല. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ആദ്യത്തെ ഹസ്ബൻഡ് ചോദിച്ചു, കാണിച്ചു തന്നിട്ടുണ്ടോ ആ ഫോട്ടോ എവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. അത് ഗുരുവായൂർ ഒരു ഷോപ്പിലാണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവായൂർ ഒരു ഷോപ്പിലേക്ക് കാണിച്ചു തന്ന ഷോപ്പിലേക്ക് ഞങ്ങൾ പോയി. അവിടെ എത്തിയപ്പോൾ എനിക്ക് കാണിച്ചു തന്ന, അതായത് എനിക്ക് എന്താണോ കാണിച്ചു തന്നത് അതവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സിംഹത്തിൻ്റെ കൂടെയുള്ള ദേവീൻ്റെ ഫോട്ടോ എനിക്ക് വേണം, സിംഹത്തിൻ്റെ കൂടെയുള്ള ദേവിയുടെ ഫോട്ടോ എനിക്ക് വേണമെന്നാണ്. ഒരേ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫോട്ടോ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ആ ഭഗവതീനെ പീഠത്തിൽ വെക്കണോ എന്ന് ഞാൻ ചോദിച്ചു. നീ എന്നെ പീഠത്തിലല്ലേ പൂജിച്ചിരുന്നതെന്ന് എന്നോട് മറുപടി പറഞ്ഞു. അങ്ങനെ ഞാനും ദേവിയും തമ്മിൽ 2ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ദേവിയുടെ മന്ത്രങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, അതുപോലെ തന്നെ ധ്യാന രീതികൾ പറഞ്ഞു തരുന്നു. ഉപാസന, അതായത് നീ ഇരിക്കണം,
41 ദിവസം അനുഷ്ഠാനങ്ങളോടുകൂടി ഞാനിരിക്കുകയാണ്. അപ്പം അത് തലേദിവസം, ഈ ദുർഗാഷ്ടമിക്ക് തലേദിവസം എനിക്ക് നവരാത്രിനെ കുറിച്ചൊന്നും അറിയില്ല. ഒരു എന്താ പറയുക, അതായത് വ്രതങ്ങളോ വ്രതാനുഷ്ഠാനങ്ങളോ ഒന്നും ഞാൻ അതുവരെ എടുത്തിട്ടില്ല. അപ്പം ഞാൻ തലേദിവസം ചിക്കനാണ് കഴിച്ചേക്കണം. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഈ വെളിച്ചമനിലേക്ക്, ഈ ടോർച്ചിൻ്റെ പ്രകാശം പോലെയുള്ള വെളിച്ചം വരുന്നത് പിറ്റേ ദിവസം രാവിലെ, അതായത് ദുർഗാഷ്ടമി ദിവസം. പിന്നെ മഹാനവമിക്ക് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ രാവിലെ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ ഇത് വേണ്ട പറഞ്ഞു, ചിക്കൻ കറി. അവരതെടുത്ത് കൊണ്ടുപോയി മാറ്റി. അങ്ങനെയാണ് ഭഗവതി ഞാനും തമ്മിലൊരു കണക്ഷനാവുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു വരുന്നത്, ഒരു സുപ്രഭാതത്തിൽ ദേവതയെ അറിയാതെ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ദേവതേനെ അറിഞ്ഞിരിക്കണം നമ്മൾ. അത് നമ്മളുടെ ഇഷ്ടമൂർത്തിയാണെങ്കിൽ, ഉപാസന ദേവതയാണെങ്കിൽ, അല്ലെങ്കിൽ പരദേവത. ഇതിന് ഏറ്റവും പ്രാധാന്യം പരദേവതയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ജന്മത്തിൽ ആ ദേവത പരദേവത ആയിരിക്കാം, ആ ദുർഗാദേവി പരദേവതയായിരിക്കാം. പിന്നെ ദുർഗാദേവിയായിട്ട് കണക്റ്റായ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന വ്യക്തി ധ്യാനം ശീലമാക്കണമെങ്കിൽ ബ്രഹ്മത്തെ അറിയാനാട്ടി മുമ്പേ, പരബ്രഹ്മത്തിന് സ്വരൂപമില്ല, രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. പക്ഷെ അതിലേക്ക് എത്താനുള്ളൊരു വഴി, കാരണം നമുക്ക് ഒരു ഉയരത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഒരു മരത്തിലേക്ക് കയറണം, അവിടെ ഒരു ഏണി വെക്കണം അല്ലേ. അപ്പോൾ ആദ്യം ചവിട്ടുപടി ചവിട്ടി നിന്നിട്ട് വേണം ആ ഏണിയിൽ ഓരോ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ആ മരത്തിലുള്ള ഒരു ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും പറിക്കാൻ. വളരെ സിമ്പിൾ. അപ്പോൾ ഒരു ചവിട്ടുപടിയാണ് ദേവത. കാരണം ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഒരു ദേവതാ സങ്കല്പത്തെ അറിഞ്ഞിരിക്കണം. അതായത് ശിവനെ അറിയണമെങ്കിൽ ശക്തി അറിയണം, ശക്തി അറിയണമെങ്കിൽ ശിവനെ അറിയണം. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്തേ.